ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗളിയോട് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ തിങ്ങാപ്പൻ ഐ വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. IPL മെഗാ താരലേലം. അപ്പോൾ 2025 കളിക്കാരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ IPL മെഗാ താരലേലം നവംബർ 24, നവംബർ 25 തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കും. ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിൽ IPL താരലേലം നടക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യക്ക് പുറത്ത് IPL താരലേലം നടക്കുന്നതെന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ദുബായിലായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ നടന്നത്, പിന്നീട് ഇപ്പോൾ സൗദി അറേബ്യയിൽ നടക്കുന്നു. സൗദി അറേബ്യയിൽ ആദ്യമായിട്ടാണ് IPL താരലേലം നടക്കുന്നത്. അത് നവംബർ 24, 25 തീയതികളിൽ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3:30-ക്കാണ് താരലേലം ആരംഭിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ആദ്യത്തെ ദിവസം ആകെ മൊത്തം 577 കളിക്കാരുടെ പേരുകളാണ് താരലേലത്തിലുള്ളത്. 577. അതിൽ 367 ഇന്ത്യൻ കളിക്കാരും 210 വിദേശ കളിക്കാരുമാണ് ഉണ്ടാവുക. IPL ഫ്രാഞ്ചൈസി ടീമുകൾ 10 ടീമുകളാണ്. 10 ടീമുകൾക്കും ഓരോ ടീമിലും 6 പേരെ വെച്ച് നിലനിർത്താവുന്നതാണ്. 10 ടീമുകൾ 6 ടീമുകളെ വെച്ച് നിലനിർത്താവുന്നതാണ്. ആദ്യ ദിനം 84 കളിക്കാരുടെ പേരുകളാണ് ആദ്യ ദിനം വിളിക്കുക. അതിൽ KL രാഹുലുണ്ട്, ഋഷഭ് പന്തുണ്ട്, ജോസ് ബട്ട്ലറുണ്ട്, ശ്രേയസ് അയ്യരുണ്ട് തുടങ്ങിയ പ്രമുഖരുടെ പേരുകളൊക്കെ ആദ്യ ദിനം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. 2025 IPL, അതായത് 18ാമത്തെ എഡിഷനാണ് 2025 നടക്കാൻ പോകുന്നത്. 2025 മാർച്ച് 14 മുതൽ മെയ് 25 വരെയാണ് മത്സരങ്ങൾ നടക്കുക. 18ാമത്തെ എഡിഷനാണ്. താരലേലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ IPL 2008-ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ താരലേലം നടന്നതും 2008-ലായിരുന്നു. 3 വർഷത്തിലൊരിക്കലാണ് മെഗാ താരലേലം നടക്കുന്നത്. അതായത് പുറകോട്ടുള്ള വർഷങ്ങൾ നോക്കുമ്പോൾ 2008 ആദ്യത്തേത്, 2008, പിന്നീട് 2011, പിന്നീട് 2014, പിന്നീട് 2018, പിന്നീട് 2022. അങ്ങനെ 5 മെഗാ താരലേലങ്ങൾ നടന്നു. ഇത് ആറാമത്തെ മെഗാ താരലേലമാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സൗദി അറേബ്യയിൽ നടക്കുന്ന ആദ്യത്തെ മെഗാ താരലേലം മികച്ച കളിക്കാരെ നിലനിർത്തുവാനും അല്ലെങ്കിൽ മികച്ച കളിക്കാരെ പുതുതായിട്ട് എടുക്കുവാനും 10 ടീമുകൾ തമ്മിൽ കടുത്ത മത്സരമാണെന്ന് പറയാം. ആദ്യത്തെ വർഷങ്ങളിൽ 2008 മുതൽ 2014 വരെ US ഡോളറിലായിരുന്നു ലേല പ്രക്രിയ നടന്നുകൊണ്ടിരുന്നത്. 2014 മുതൽ 2014 അത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റി. ഇപ്പോഴിത് ഇന്ത്യൻ രൂപയിലാണ് നടക്കുന്നത്. മല്ലിക സാഗറാണ് ലേല വിളിക്കാരി, അല്ലെങ്കിൽ ലേലത്തിൻ്റെ പേരുകൾ വിളിക്കുന്നത് മല്ലിക സാഗറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.